സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ടവരാണ്. ഹബീബിന്റെ മരുമകനാണ്. മുത്തുനബിയുടെ ഇഷ്ടം സമ്പാദിച്ചവരാണ്. അങ്ങനെയുള്ള മഹാനവറുകളെ ജീവിതം കണ്ടോ നിങ്ങള്? അതേ, ഒരു ഖബറിന്റെ പരിസരത്ത് കൂടെ പോയാൽ കണ്ടടങ്ങളിൽ വെള്ളം നിറയുകയാണ്. അതിങ്ങനെ ധാരധാരയായി ഒലിച്ചു വരികയാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മഹാന്മാര് പറഞ്ഞല്ലോ, താഴ്വയുസ്താദ് എഴുതി വച്ചല്ലോ. അതേ, ഉസ്മാൻ തങ്ങളെ സ്വഭാവം അതാണ്. ഖബർ കണ്ടാലും അതിനെ കുറിച്ച് കേട്ടാലും കരച്ചിലാണ്. കൂട്ടുകാര് ചോദിച്ചു, ഉസ്മാനെ, നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോ ഇങ്ങനെ കരയുന്നത് കാണുന്നില്ല. റബ്ബിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോഴും ഇത്തരം ഒരു കരച്ചിൽ കാണുന്നില്ല. ഖബറിനെ കുറിച്ച് പറയുമ്പോഴും ഖബർ കാണുമ്പോഴും വല്ലാത്ത കരച്ചിലാണല്ലോ. അപ്പോഴാണ് കൽബ് പൊട്ടി കണ്ണുനീര് പഠിച്ചിട്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നത്, ഓ കൂട്ടുകാരെ, അതിനൊരു കാരണമുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അബ്ബലു മനാസിലിൽ ആഖിറ, ആഖിറം എന്ന ലോകത്തിലെ വീടുകളിൽ ഒന്നാമത്തെ വീട് അത് ഖബറാണ്. ഫമൻ സഇദ മിൻഹാ, ആ ഖബറിൽ ഒരാള് വിജയിച്ചാൽ പിന്നെ അയാള് മുഴുവനും വിജയിച്ചു. അവിടെ പരാജയപ്പെട്ടാലോ പിന്നെ മുഴുവനും അവിടുന്ന് അങ്ങോട്ട് അവിടം വച്ച് മുതൽ തന്നെ ദുരിതമാണ്, ദുരന്തമാണ്. ഇതെന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, പഠിപ്പിച്ചതല്ലയോ? അതിങ്ങനെ കൽബിൽ ആലോചിക്കുമ്പോൾ ബേജാറ് തോന്നുന്നതാണ്.